നമുക്കൊരു ഷൂട്ട് ഡേ ആയിട്ട് ഷൂട്ട് എടുക്കാൻ പോണത് ഒരു വെറൈറ്റി അങ്ങനെയല്ല, നമ്മളിത് ചെയ്തത് ഫസ്റ്റ് ടൈം ജ്വല്ലറി ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ആക്കാൻ നമ്മൾ ആരിച്ച് റിസും സജീവമായിട്ടുണ്ടാവും. നമ്മൾ ആരിച്ച് വെയിലത്ത് കഷ്ടപ്പെട്ടു. പിന്നെ ഒരു കാര്യം, ഒരുപാട് കളക്ഷൻസ് ബ്രേസ്ലെറ്റ് ആയിട്ടും റിങ്സ് ആയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പേജ് അവിടെ കൊടുക്കാം, നിങ്ങൾ പോയി വാങ്ങിച്ചു. ഞാൻ ആരിച്ചിനോട് ആരിച്ച് വെയിലത്ത് എടുക്കുമ്പോഴേ ഒരു തിളക്കം കിട്ടിയെങ്കിലും പിന്നീട് സംഭവിച്ചത് സൺസ്ക്രീൻ ഇട്ട് വേണ്ട ഈ പണിക്കിറങ്ങാന് ഇപ്പഴാണ് മുഖത്തേക്ക് നോക്കണേ, അതുവരെ കൈമായിരുന്നു. ഇന്ന് ആര്യച്ചിന്റെ രോദനവുമായി ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എന്താകും ആര്യച്ചിന്റെ അവസ്ഥ? എന്തായാലും തന്നെ ആര്യച്ച് അത് എങ്ങനെ അനുഭവിക്കും? അടുത്ത പരമ്പരയുമായി വരുന്നത് വരെ ഗുഡ് ബൈ. ആര്യച്ചിനൊന്ന് മോട്ടറാക്കി എനിക്കൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് ഞാനൊരു റിസും കൂടെ അപ്പോൾ പാവിന്റെ റിസൾട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് കൂടെ വരും. പക്ഷെ എന്റെ കൂടെ വന്നവരാൻ വെറും കൈയോട് പറഞ്ഞു വീഡിയോന്റെ അവസാനം ഞങ്ങൾക്ക് അത് മനസ്സിലായി. ഞങ്ങൾ നോക്കുമ്പോൾ നല്ലൊരു കുട്ടി ഞങ്ങൾ നോക്കി നമുക്ക് അടിപൊളി ഒരു ബാഗ് വേണം. റിസു പറഞ്ഞ നെസ്റ്റോയിൽ നമുക്ക് അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ കുറെ കട കയറി അവസാനം ഒരു ഷോപ്പിൽ നമുക്ക് സാധനം. പക്ഷെ എല്ലാ ഷോപ്പിൽ കയറുമ്പോൾ അവിടെ ഒരു മിറർ, ഞങ്ങൾ അത് വെറുതെ വിടാറില്ല. അങ്ങനെ പിന്നെ ബാഗ് കിട്ടി ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കാം. അങ്ങനെ പിന്നെ കുറെ നേരത്തെ ഡിസ്കഷന് ശേഷം നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു. എന്റെ കൂടെ വന്നവരാൻ വെറും കൈയോട് വിടാറില്ല. അങ്ങനെ റിസുവിന് ഒരു ഡയറി മിൽക്ക് വാങ്ങി. പുറത്തിറങ്ങിയപ്പോണ്ടാ ഇരുട്ടായി. കൈ നിറയെ സാധനങ്ങളുമായി ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ തീർന്നു. അപ്പൊ ശരി, ബാക്കി നാളെ.